ഇതിൻ്റെ അകത്തുള്ള തിരക്ക് കണ്ടോ നിങ്ങൾ? നമ്മൾ ഇന്ന് അടുത്ത വീക്കെൻഡായി. അടുത്ത വീക്കെൻഡിൽ നമ്മൾ ഇപ്പോൾ കോസ്കോയിലോട്ട് പോകാൻ ഇറങ്ങിയത്. 1-2 കാര്യം ചെയ്യാനുണ്ട് ഈ വീക്കെൻഡ്. നമ്മൾ കോസ്കോയിൽ പോവും, നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിക്കണം, പിന്നെ മലയാളി കടയിൽ കയറണം അല്ലേ. അപ്പം നമ്മളിന്ന് കോസ്കോയിലോട്ട് ഇറങ്ങാം. നമ്മൾ കോസ്കോയിൽ ഈ അടുത്ത മെമ്പർഷിപ്പ് എടുത്തതേ ഉള്ളൂ. അപ്പം ഒരു തവണ പോയിട്ടുള്ളൂ, നമുക്ക് വീണ്ടും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ ഓർത്ത് മീറ്റ് സാധനങ്ങൾ മൊത്തം അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് ഓർത്ത്. അല്ലേ കുഞ്ഞാപ്പി? നമുക്ക് കുറേ മീറ്റ് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാം. ഇവിടെ ഇപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല ടെമ്പറേച്ചറൊക്കെയാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കണ്ടോ നിങ്ങൾ? മഞ്ഞപ്പൂവൊക്കെ പിടിച്ച് നമുക്ക് വീടിൻ്റെ മുറ്റത്ത് കുറച്ച് തുളിപ്സ് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, കുറച്ച് തുലിപ്സ്. ഇത് കഴിഞ്ഞ ഹാലോയിൽ ഇവിടുത്തെ പിള്ളേർ തൂക്കിയിട്ടിട്ടൊക്കെ പോയതാണ്, വൃത്തിയാക്കാനുണ്ട്. അത്യാവശ്യം വെയിലൊക്കെ ഒന്ന് നല്ല ഭംഗിയിൽ നിൽപ്പുണ്ട് സ്ഥലമൊക്കെ. എവിടെ? നീ വ്ളോഗിൽ വാ. അപ്പം നമ്മൾ കോസ്കോയിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മൾ കോസ്കോയിൽ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിരുന്നു പറഞ്ഞ് റെസ്റ്റോറൻറ്റിൽ പോവും, എന്നിട്ട് ഫുഡ് വാങ്ങിക്കണം, പിക്കപ്പ് ചെയ്യണം. പിന്നെ എന്തായിരുന്നു, കുഞ്ഞിൻ്റെ മുടി വെട്ടണം. കുഞ്ഞാപ്പിയുടെ മുടി ഇരിക്കുന്നു നോക്കി. കുഞ്ഞാപ്പിയുടെ മുടി ഉണ്ട്, അവിടെ ഒരാൾ ഉറക്കം വന്നിരിക്കുകയാണ്, കിറങ്ങിയിരിക്കുക. അപ്പം മുടി വെട്ടണം. പിന്നെന്തായിരുന്നു, മലയാളി കടയിൽ പോയിട്ട് കുറച്ച് സാധനം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനുണ്ട്. ഹായ്, അപ്പം നമ്മൾ ഒരു കോസ്കോയിൽ പോകാമെന്നുള്ള അച്ഛൻ പറഞ്ഞു. നമ്മൾ കോസ്കോയിൽ പോകുന്ന വഴിക്ക് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തൊരു പാർക്കുണ്ട്, ചിങ്കോസി പാർക്ക്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അത് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ, നിറയെ പൂക്കളും. കാരണം ഈ ടൈമിൽ കാനഡയിൽ ഫസ്റ്റ് വരുന്നതാണ്. ഈ പുല്ല് നിറയെ ഈ മഞ്ഞപ്പൂവില്ലേ, ഇങ്ങനെ മഞ്ഞപ്പൂ നിറയെ ഇങ്ങനത്തെ പൂക്കൾ ഇവിടെ ഫുള്ള് കണ്ടോ, ഫുള്ളൊരു മഞ്ഞ കളർ കാണുന്നതുണ്ടോ. സോ അത് ഫുള്ള് ഈ പൂക്കളാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിവിടെ ഇറങ്ങി. ഇതൊരു വലിയ പാർക്ക് കേട്ടോ, നല്ല ഭംഗിയുള്ള. ഇവിടെയൊക്കെ ഇങ്ങനെ ബെഞ്ചൊക്കെയാണ്, നമുക്ക് ഇരിക്കാം. പിന്നെ ഇത് കണ്ടോ, നല്ല. ഇത് ശരിക്കും പാർക്കിൻ്റെ ഒരു സൈഡേ ഉള്ളൂ, ഇനി അങ്ങോട്ട് കിടക്കുക. അവിടെ കുറേ നമുക്ക് പിള്ളേർക്കുള്ള പ്ലേ ഗ്രൗണ്ടും പ്ലേ ഏരിയാസ്, പിന്നെ കുറേ സാധനങ്ങൾ കളിക്കാനുള്ള, പിന്നെ അതിനകത്ത് തന്നെ ഗാർഡൻ, അങ്ങനെ കുറേ ഉണ്ട് ഈ പാർക്കിൽ. ഫൗണ്ടൻ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഭയങ്കര ഭംഗിയാണ് ഈ സമയം. ശരിക്കും പറഞ്ഞാൽ കാനഡ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ശരിക്കും ഈ മഞ്ഞപ്പൂ ഉണ്ടല്ലോ, ഇത് വൈകിട്ടാകുമ്പോൾ ഈ പൂ ഇങ്ങനെ ഇങ്ങനെ വാടി നിൽക്കും. പിന്നെ രാവിലെ ആകുമ്പോൾ ഇത് വീണ്ടും ഇതേപോലെ നിൽക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്നാന്ന് വെച്ചാൽ, ഈ നമ്മൾ ശരിക്കും ഇതൊന്നും ആരും നടന്നൊന്നുമല്ല. ഈ മഞ്ഞാകുമ്പോൾ ശരിക്കും ഇതെല്ലാം ഇവിടെ കരിഞ്ഞ് നിന്ന സ്ഥലമാണ്. ഇപ്പോൾ പെട്ടെന്ന് ഇതുകൊണ്ടോ ഈ ടൈം ആകുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. പക്ഷെ കുറച്ച് ഈ ഒരു മന്തേ കാണുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ പൂ കാണില്ല. പിന്നെ ഫുൾ മരങ്ങളൊക്കെ കണ്ടു. ഇപ്പം ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ്. മരങ്ങളെല്ലാം നല്ല തളിർത്ത് നിൽക്കും. കാരണം ഇപ്പം മഴയൊക്കെ ഉണ്ട്. ഇത് അവിടെ അച്ഛനും കുഞ്ഞും ഇങ്ങോട്ട് നടപ്പുണ്ട് ഇതുവഴി. ഇച്ചിരി രാവിലെ ഉറക്കം ശരിയാവാത്തതിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. ആൾക്ക് ഈ പുല്ല് കാണുന്ന ഭയങ്കര. ഇപ്പോൾ ചാടി പുല്ലിലിറങ്ങിയിട്ട് ഫുള്ളിങ്ങനെ പുല്ല് കളിച്ചുകൊണ്ടിരിക്കും. പുല്ല് കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കുറേ പുല്ല് തിന്നുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതാണൊരു പ്രശ്നം. ഇപ്പോൾ നമ്മൾ കോസ്കോയിലൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഇറക്കിയാൽ ശരിയാവില്ല. നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇറക്കാം. എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇപ്പം നല്ലൊരു ടെമ്പറേച്ചറാട്ടോ. എനിക്കൊന്നൊരു 15-16 ഡിഗ്രി എങ്ങാണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാറ്റുണ്ട്, പക്ഷേ കാറ്റ് ഭയങ്കര ഒരു തണുപ്പെന്ന് പറയാനില്ല. നല്ല ഒരു വെതറാണിപ്പോൾ. സോ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കോസ്കോയിൽ എത്തിയിട്ട് കാണാം.
അപ്പം കോസ്കോയിലെത്തി. കോസ്കോ, നമുക്ക് കോസ്കോൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇഷ്ടം പോലെ ജനങ്ങൾ വരും. ഒരു പള്ളിപ്പെരുന്നാളുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 5 മണിയായപ്പോഴാണ് വന്നത്. അപ്പം മുടിഞ്ഞ തിരക്കായിരുന്നു. അപ്പോൾ അതെ, ഇവരും നമ്മൾ 2ാമത്തെ തവണയാണ് കോസ്കോയിലോട്ട് വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അത്യാവശ്യം ഇവിടെ നിന്ന് തന്നെ തീർക്കാൻ നോക്കണം ഇന്നെല്ലാം. എന്നിട്ട് നമുക്ക് മലയാളി കടയിൽ പോകാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം പുറത്ത് നമ്മൾ സാധനം വാങ്ങിച്ച് വന്നിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. ഓക്കെ, അപ്പം ശരി, ഗ്രോസറി ഷോപ്പിൽ കഴിഞ്ഞിട്ട് കാണാം. ടാറ്റാ, ബൈ. ഓ എൻ്റെ മക്കളെ, ഈ കോസ്കോൻ്റെ അകത്തുള്ള തിരക്ക് ഒരു രക്ഷയില്ല, മുടിഞ്ഞ തിരക്ക്. ഞാൻ അവർ രണ്ടുപേരെയും ഒരിടത്ത് ഇരുത്തിയിട്ടുണ്ട്. അതെ, കാണിച്ചു തരാം. ഇവിടെ 2 ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഒരാൾ നല്ല ഉറക്കമാണ്. അത് ഇതിൻ്റെ അകത്തുള്ള തിരക്ക് കണ്ടാ നിങ്ങൾ? എന്ത് ജനം നോക്കിയേ, മൊത്തം ഇന്ത്യക്കാർ. അയ്യോ, അങ്ങനെ ഒരുമാതിരി ഷോപ്പിംഗ് കഴിഞ്ഞ് കുഞ്ഞാപ്പി എൻ്റെ കൈ കിടന്ന് ഉറങ്ങുവാണ്. ഞാനൊരു ഹോണസ്റ്റ് റിവ്യൂ പറയട്ടെ. സംഭവം കോസ്കോ കൊള്ളാം. കാര്യം നമുക്കിവിടെ ബൾക്കായിട്ട് കിട്ടത്തുള്ളെങ്കിലും സാധനങ്ങൾ കുറേ കിട്ടുമല്ലോ. റേറ്റ് ഇച്ചിരി കൂടും നമ്മുടെ ഗ്രോസറി. അത്രയും നാൾ വീക്ക്ലി ചെയ്തിട്ട് ഒരു എമൗണ്ട് സെറ്റായിട്ട് പെട്ടെന്ന് ഇത്രയും വലിയ എമൗണ്ടിൽ പർച്ചേസ് ചെയ്യുമ്പോൾ, ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ എമൗണ്ട് കൂടിയായിട്ട് തോന്നും. പക്ഷെ പിന്നെ ചിന്തിക്കുമ്പോൾ അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഗ്രോസറി ചെയ്താൽ മതി. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചാക്ക് കണക്കിന് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. കാര്യം അങ്ങനെ ബൾക്കായിട്ടേ കിട്ടുള്ളൂ, ലൂസ് കിട്ടത്തില്ല. അപ്പം കുഞ്ഞാപ്പി ഇങ്ങനെ ഉറക്കമായതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുക. അവൾ 2-3 സാധനം കൂടെ എടുക്കാൻ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ മൊത്തം തിരക്കാണ്. അപ്പം അപ്പോൾ ബാക്കി വിശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയാം. ഓക്കെ, അപ്പം ടാറ്റ. ഇതുണ്ടോ, കോസ്കോ എന്ന് വരാൻ ലേറ്റ് ആയപ്പോഴത്തേക്ക് ഞാനിവിടെ എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുക. ഇതെനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് ഈ സാധനം ഇല്ലേ, ഈ സാധനം കോസ്കോയിൽ കാണുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഫില്ലിംഗ് ആണ്. ഇതിൽ അത്യാവശ്യം എല്ലാ ഓർഗാനിക്കും സാധനങ്ങളൊക്കെയാണ്. നിങ്ങൾ നോക്കിയാൽ മതി, സംഭവം കിടുവാണ്. ഇതേ കെട്ട് കണക്കിന് ഇഞ്ചിയും പിന്നെ അവിടെ ഇവിടെ വെളുത്തുള്ളിയൊക്കെ ഇരിപ്പുണ്ട്. ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ബാക്കിൽ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ സാധനങ്ങൾ. ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അവിടെ കോസ്കോന്ന് ഇറങ്ങിയപ്പോൾ ഒടുക്കത്തെ മഴയായിരുന്നു. ഒരു കണക്കിന് കാറിലെല്ലാ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി ചുണ്ടിലെ മുടി വെട്ടാൻ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞങ്ങൾക്ക് വിശന്നിട്ടില്ല. ഞങ്ങളൊന്ന് കഴിക്കട്ടെ, ചിലപ്പോഴേ പുറത്തിറങ്ങുള്ളൂ ഇന്ന്. അപ്പം ഇറങ്ങുവാണെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കാം. മിക്കവാറും കാണത്തില്ല. അപ്പം ശരി, അപ്പം ടാറ്റ, ബൈ ബൈ. അപ്പോൾ ദേ നമ്മൾ അടുത്ത ഡേ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ളൊരു ട്രെയിനിലോട്ട് പോകുന്ന കേട്ടോ ഈ കാണുന്നത്. ഞങ്ങളിവിടെ വിൻ്ററിൽ ആദ്യം വന്നത്. അപ്പോൾ അവിടെ ആ സമയം ഇവിടെ ഫുള്ള് മഞ്ഞൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ സമ്മറിൽ ഫസ്റ്റ് ടൈം ഇവിടെ പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ട്രെയിലും ഒരു കുഞ്ഞ് പ്ലേ ഏരിയയൊക്കെ കാണും. ഇതുപോലെ കുറേ സ്ലൈഡ്സും പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഈ ടൈമിലൊക്കെ എപ്പോഴും ആൾക്കാർ രാവിലെയൊക്കെ നടക്കാനും വൈകിട്ടും ഒക്കെ പോകാറുണ്ട് കേട്ടോ. പിന്നെ സ്ലൈഡ്സിലെല്ലാം ഞാൻ നന്നായിട്ട് എല്ലാത്തിലും കയറി ഇറങ്ങി കളിച്ചു. കാരണം ഒരു 6:30 സമയത്താണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു, പിള്ളേരൊന്നും കുറവായിരുന്നു. പിന്നെ കുഞ്ഞുമണി ഈ മാറ്റിൽ കൂടി, ഈ മാറ്റ് സേഫാണ്. ഇത് മറ്റേ ഒരു മീൻസ് എന്താ സേഫ് മാറ്റാണ്, പ്ലാസ്റ്റിക് ഒക്കെ പോലെ. പിള്ളേർ വീണാലോ അങ്ങനെ നീന്തുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല, വേദന എടുക്കില്ല, നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇത് ഇവിടുത്തെ സിറ്റിയാണ് ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് നീറ്റായിട്ട്. പിന്നെ അന്ന് ഇതിപ്പോൾ നിങ്ങൾ കണ്ടോ, നല്ല വെളിച്ചമാണ്. ശരിക്കും ഇതൊരു 6:30 കഴിഞ്ഞു, പക്ഷെ കണ്ടോ നല്ല വെളിച്ചം. ഇവിടെ ഇപ്പോൾ ഈ സമ്മറിൽ നമുക്ക് ഡേ ലൈറ്റ് എനിക്ക് തോന്നുന്നു ഒരു 8:30 8:45 വരെ കിട്ടും. കാരണം അപ്പോഴേ സൺസെറ്റ് ഉള്ളൂ. അപ്പോൾ അതുവരെ ഇത്രയും നല്ല വെട്ടമായിരിക്കും. അത് ഞങ്ങൾ ഒരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഒരു 8:30 ഒക്കെ ആകുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഈ കുഞ്ഞിനെ ഞാനിങ്ങനെ സൈഡിലൊക്കെ കയറ്റാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. ഞാൻ തന്നെയാണ്, ഊഞ്ഞാലിലൊന്നും ഇരിക്കുന്നേയില്ല, ആൾക്ക് നീന്തണം. അങ്ങനെ ഒരു നല്ല ഈവനിങ് ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഉടനെ തന്നെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗിൽ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ കുറേ നല്ല വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ബൈ.